സഹോദരി സഹോദരന്മാരെ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിച്ച ഈ അതിമനോഹരമായ ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. അതോടൊപ്പം ഇവിടെ ഒരുക്കിയിട്ടുള്ള ഫ്ലഡ് ലൈറ്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രത്യേകത ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച വിജയത്തിന് ചുക്കാൻ പിടിച്ച ശ്രീ സഞ്ജു സാംസനെ ഇന്ന് ഇവിടെ ആദരിക്കുകയാണ്. ഇത്തവണത്തെ 2020 ലോകകപ്പിൽ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയ ശ്രീ സഞ്ജു സാംസൺ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന് കേരളം നൽകിയ ഈടുറ്റ സംഭാവനകളിൽ ഒന്നാണ് ശ്രീ സഞ്ജു സാംസൺ. എണ്ണം പറഞ്ഞ 3 ഇന്നിങ്സുകളിലൂടെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്ലെയറാണ് അദ്ദേഹം. സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ നേടിയ 97 റൺസ്, സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ്, ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരായ 89 റൺസ്. ഈ 3 ഇന്നിങ്സുകളും ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ എക്കാലവും ഉണ്ടാകും. സഞ്ജു കളിച്ച ഓരോ ഷോട്ടും ലാൻഡ് ചെയ്തത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിലാണ്. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ അതേ ഗ്രൗണ്ടിലാണ് നമ്മൾ ആസ്ട്രേലിയയോട് പരാജയപ്പെട്ടത്. അതേ ഗ്രൗണ്ടിൽ തന്നെ ഇന്ത്യയെ മറ്റൊരു ലോകകപ്പ് വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ ആ ദുഃഖത്തെ സഞ്ജു കഴുകിക്കളഞ്ഞു. രാജ്യത്തിനെ ആകെ സന്തോഷത്തിലേക്ക് നയിച്ച ആ മത്സരത്തിൽ അമരക്കാരനായി നിന്നത് ഒരു മലയാളിയാണെന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. 2020 ലോക കിരീട നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ച സഞ്ജു സാംസണ് എല്ലാ ഫോർമാറ്റിലുമുള്ള ക്രിക്കറ്റ് മത്സരങ്ങളിൽ രാജ്യത്തിനായി കളിക്കാനും കൂടുതൽ വിജയങ്ങൾ നേടാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ആദ്യം തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ നമസ്കാരം. റെസ്പെക്റ്റഡ് CM സർ, വലിയ സന്തോഷം സാറ് എന്നെപ്പറ്റി ഇത്രയും സംസാരിച്ചതിൽ വലിയ സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ സ്വപ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ. കുറേ വർഷങ്ങളായിട്ട് വിചാരിച്ചൊരു സ്വപ്നം നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ എന്താണെന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ നടക്കുമ്പോഴും അകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന്. അപ്പോൾ അത്രയും സന്തോഷമാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അത് നാട്ടിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും ആ സന്തോഷത്തിൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇമോഷണലായി പോകുന്നത്. ഉറപ്പായിട്ടും ക്രിക്കറ്റ് നമുക്ക് പെർഫോം ചെയ്യാം, കളി ജയിപ്പിക്കാം, റണ്ണടിക്കാം. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ 1.5-2 മാസത്തിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ നേടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നാട്ടുകാരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. നമ്മൾ മാച്ചൊക്കെ കളിക്കാൻ പോകുമ്പോഴും എനിക്ക് കുറേ മെസ്സേജസും ഇതും അങ്ങനെ കുറേ വരാറുണ്ട്. സഞ്ജു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും നല്ലതേ നടക്കത്തുള്ളൂ എന്നുള്ളൊരു പ്രാവശ്യമെങ്കിലും എനിക്ക് വേണ്ടി മനസ്സിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.